നവരാത്രി സൗണ്ട് ഇത്ര പേരുണ്ട്. God bless you, many people. God bless you all. Sit down, please. യേശു അനുഭവമാണ്. യേശു അനുഭവമാണ്. അനുഭവം എന്ന് വെച്ചാൽ അനുഭവം അറിയാൻ പറ്റോ അത് സ്വന്തമാണ്. ഇപ്പോൾ കോഫി ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് വെച്ച് വിസ്മയ എയർപോർട്ടിൽ പോയ ഒരു കോഫി 200 rupees. நான் ஒரு சாய்ப்பு நியூஸ் சேனலுடைய சாய்ப்பு அப்போ என்னோட சாய்ப்புமார ஏர்போர்ட் கொண்டு போயா எனக்கு ஏர்போர்ட்லேருந்து ஒரு காஃபி இல்லைங்க ஒரு டீ பிடிக்கும். அது எப்போது எனக்கு செய்யலாம். ஏன்னா நான் இந்த டிரைவராக இருக்கும்போது எப்போதும் ஒரு கட்டணம் அடிக்கும். 7 மணிக்கு ஒரு சிட்டி ஒரு கட்டத்தை, அடுத்த 7 மணிக்கு ஒரு சிட்டி ஒரு கட்டத்தை, மூணாவது 7 மணிக்கு ஒரு கோவா சவாரி எடுத்துச்சிருக்கோம். ഈശോയുടെ മഹത്വമാണ്. അപ്പോൾ അത് ടേസ്റ്റ് അറിയുന്നെങ്കിൽ എയർപോർട്ടിലെ ചായ സൂപ്പറായിട്ട് ഉണ്ടായിരുന്നു, ഞാൻ കുടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ട് അത് നാലേജ് ചെയ്യപ്പെട്ടുള്ളൂ. എപ്പോൾ അതിൽ എനിക്ക് സ്വന്തമാകും? എപ്പോഴും സ്വന്തമാകും? എപ്പോഴും നീ കുടിക്കണം. വിസ്മയാണ് ഫിഷ് ബിരിയാണി കൊള്ളാം, ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ബിരിയാണി കൊള്ളാതെ അറിയാം. പക്ഷേ പോയ വിസ്മയപ്പെടാ ഞാറ്റിങ്ങലുള്ള വിസ്മയം അത് പോലെ. പക്ഷേ കാട്ടാക്കടയിലുള്ള കാട്ടാക്കടയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന പേര് കാട്ടാൾ. കാട്ടാളിൽ ഒരു വലിയ ആള് നിങ്ങൾക്ക് അറിയാം. ഇത് പാണ്ഡിച്ചേരി വന്ന് ചെറുതായിട്ട് ഈ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആളുണ്ടായ കാട്ടാണ്. അപ്പോ ഈ കാട്ടാക്കടയിലുള്ള വിസ്മയ ഹോട്ടലിലുള്ള കോഫി ഞാൻ പറയുമ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ വെള്ളത്തിൽ പറഞ്ഞ് സാഹിബന്മാർ കൊണ്ടുപോയി കുടിച്ചിട്ടുണ്ട്. അപ്പൊ കൊള്ളാം എന്ന് നിങ്ങൾക്ക് നാലേജ് അരിയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് നീ പോയിട്ട് പൈസ അടച്ച് ആവർ ചെയ്ത് കുടിക്കുമ്പോൾ നൈസ് കോഫി അങ്ങനെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈശോയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈശോയെ അറിഞ്ഞ നാളെ കിടത്തുള്ളൂ. പക്ഷേ അനുഭവിച്ച അത്ഭുതം നിന്നുൾ അത്ഭുതം സംഭവിക്കും, നിന്റെ കുടുംബത്തിനുൾ അത്ഭുതം സംഭവിക്കും, നിന്റെ സമൂഹത്തിന് അത്ഭുതം സംഭവിക്കും, നിന്റെ ബന്ധുക്കാർ സുഹൃത്തുക്കൾ ആ വീട്ടിൽ അത്ഭുതം സംഭവിക്കും. എപ്പോ നീ അനുഭവിക്ക സഭ കൂതാശകൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അത് പകരം ഇതുപോലെ ധ്യാനങ്ങളും ഒന്നാം ധ്യാനങ്ങളും പല രീതിക്ക് സഭ നമ്മളെ വളർത്തെടുക്കുന്നുണ്ട്, വാർത്തെടുക്കുന്നുണ്ട്, ചെരിക്കെടുക്കുന്നുണ്ട്. എപ്പോഴും നന്ദി കടപാടുള്ള മക്കളായിട്ടുള്ള എപ്പോഴും ഉണ്ടാകണം. ദൈവം മഹത്വമുള്ളവൻ ക്രിസ്തുരാജ. അത് അറിയാൻ മാത്രം പോലെ അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു ചാപ്റ്റർ മാത്രം എഴുതണം. 2 ദിനവൃത്താന്തം 20ാമത്തെ ചാപ്റ്റർ. അതിലെന്ത് നമ്മളെ എങ്ങനെയാണ് ഈശോയെ അനുഭവിക്കാം എന്നുള്ളത് ചെറിയ ചിന്ത നിങ്ങൾ കൊടുത്തിട്ട് അടുത്തത് നമ്മൾ കുമ്പസാരത്തിന് വേണ്ടി അച്ഛൻ കടന്നു പോകും. പിന്നെ സഹോദരന്മാർ അത് ഏറ്റെടുക്കണം. ധ്യാനത്തെ തുടർന്ന് കാണിച്ച് പിന്നെ 6ാം സമയത്ത് അച്ഛൻ തിരിച്ചു വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു അനുഭവത്തിയാണ്. അങ്ങനെയാണെങ്കിൽ അനുഭവിക്കാൻ പല വഴികളുണ്ട്. നമ്മുടെ കയ്യിൽ കൊണ്ട് അനുഭവിക്കാൻ മനസ്സിലുള്ള അറിവ് കഥയുക. അറിവ് ഡേഞ്ചറസ്. 2 ആഴ്ചയ്ക്ക് മുൻപ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വിശ്വാസം നമുക്ക് യാതൊരു ഫസ്റ്റ് സയന്റിസ്റ്റ്, 2 ഡോക്ടേഴ്സ്. നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ഡോക്ടേഴ്സും തെറ്റ് പറയില്ല. നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സ് 3
മിലിറ്ററിമാൻ അതിനോടൊപ്പം പോലീസ്മാൻ. എല്ലാം വിശ്വാസക്കുറവുള്ള വ്യക്തിയാണ്. എല്ലാവരും അങ്ങനെയല്ല. ഈ 5 പേരും സെയിം അല്ല. കട്ടവരും ചൂടുവരും വെള്ളവരും മുതലവരും പിന്നെ വരും. ഇങ്ങനെ 5 പേരുണ്ട്. അത് ഒவ்வொரு ഫീൽഡിലും ഒരു വ്യക്തി ഇങ്ങനെ ഒരാളുണ്ടാവും. യുവദാസ്പരം നമ്മൾ പറഞ്ഞ പൊളിറ്റീഷ്യന്മാർ അതുപോലെ ഒറ്റ കൊടുത്ത യുവദാസ്പരം ഉണ്ടാവും. അതുപോലെ സാറിന് പ്രാർത്ഥിച്ചാൽ എല്ലാം മാറും. അപ്പൊ അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടില് KMC പറയും, കീഴ്പ്പാക്കം എന്ന് പറയും. ഈ കേരളത്തില് ഊളംപാറ കേട്ടിട്ടുണ്ടോ? ഊളംപാറ മക്കളെ എങ്ങനെയായിരിക്കും ചെയ്തായിട്ട് നമ്മള് വെട്ടെന്ന് പറയാൻ വെച്ചാൽ ആക്ച്വൽ വെട്ടല്ല, മാറ്റിത്തരണമാണ്. വേറെ ഒരു വിധത്തില് കഴിവില്ല വ്യക്തി അങ്ങനെ പറയാൻ പാടുള്ളൂ. നമ്മൾ തെറ്റായിട്ടുള്ള വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എന്റെ മകനോ എന്റെ മകളോ എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ എന്റെ അനിയനോ എന്റെ ചേട്ടനോ ആ ഊളംപാറ ഉണ്ടെങ്കിൽ എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, എന്റെ അനുഭവം എങ്ങനെയായിരിക്കും, അത് ഓർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മതി. ഞാൻ 2006 ഇസ്ലാമിൽ വന്ന സമയം തൃശ്ശൂർ ആകാശപ്രകാശം അതില് CMI അച്ഛന്മാർ കൊച്ചി സന്നി വലിയ സന്നി ഈ വലിയ സന്നി தான் ഈ ആകാശപ്രകാശത്തെ ഉണ്ടാക്കിയത്. സ്ഥാപനം ഈ വലിയ സന്നി അച്ഛനാണ്. അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോയി. അപ്പോ ഒരു പയ്യൻ എന്താ പറയാ, ദീപ എന്നെ കൊണ്ട് തച്ചുള്ളൂടെ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ വിട്ടു പോകല്ലേ ദീപ, എന്നെ വിട്ടു പോകല്ലേ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എന്റെ ഹൃദയമാണ്, എന്റെ ശങ്കാണ്, എന്റെ ജീവനാണ്, വിലപ്പെട്ടവളാണ്. നിന്നെ വിട്ട് എനിക്ക് ഒന്ന് ചിന്തിക്കാൻ വയ്യ. നീ എന്റെ ജീവിതത്തിൽ വരണം, നീ എന്നെ കല്യാണം കഴിക്കണം, നീ എന്റെ ജീവനാണ്, വിലപ്പെട്ടവളാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മകൻ. ദീപ 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 എന്ന് ആ ദീപ എന്നുള്ള വ്യക്തിയോട് ഉള്ള ആ സ്നേഹം അവന് ആ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത്. അപ്പൊ അനുഭവിക്കാൻ ഏതോ തടസ്സമുണ്ട്. മനുഷ്യനെ ഒരു വ്യക്തിയെ സ്നേഹം വഴി അനുഭവിക്കുമ്പോ അവിടെ ഒരു തടസ്സമുണ്ട്. സുഹൃത്തുക്കൾ ഒരു പരിധി വരെയുണ്ട്, പപ്പ ഒരു പരിധി വരെയുണ്ട്, നിന്റെ ചേട്ടൻ ഒരു പരിധി വരെയുണ്ട്, നിന്റെ അനുജന്മാർ ഒരു പരിധി വരെയുണ്ട്. പക്ഷേ അവസാനം വരെ എന്റെ കൂടെ ഉള്ളത് ഈശോ 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 ക്രിസ്തുരാജ. ഇത് ഒരു ഇൻസിഡന്റ് ആണ്. ഇത് നമ്മുടെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടുപിടിയ ഒരു സഹോദരിയ ഫീലിങ്സ് ആണ്. അത് ഇന്നൊരു സഹോദരൻ. അതില് ആദ്യം പറഞ്ഞതില് ഈ പെണ്ണ് നിങ്ങൾ ലോക്കൽ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചിട്ട് പോയി പറഞ്ഞില്ല, തേച്ചിട്ട് പോയി. അതുപോലെ അവിടെ ഇവിടെ തേച്ചിട്ട് പോയി. രണ്ടാമത്തെ ഇവിടെ ആ പേരുണ്ട്. ആ പേരുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കല്ലേ ഇത് അവിടെ ഉള്ള പേര്. ആ മകൻ പറഞ്ഞുകൊണ്ട് പേര് മിനി. അതുകൊണ്ട് ഇവിടെ ഇയാളുടെ പേര് മേലുണ്ടെങ്കിൽ അയ്യോ അച്ഛൻ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കല്ലേ. ആ മകൻ പറഞ്ഞ വാക്കാണ് ഇപ്പൊ പറയുക. മിനി നമ്മൾ കടലിനെ സ്നേഹിച്ചപ്പോ എത്ര മാത്രം നിന്നെ സ്നേഹിച്ചു. എന്റെ ചക്കര മുത്തേ ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ചു. മുത്ത്, ചന്ദ്രനെ, സൂര്യനെ, കാറ്റ്, ശ്വാസക്കാറ്റ്, ഇങ്ങനെ ഒരുപാട് കല്യാണം കഴിഞ്ഞു. 3 മാസമായി. കുറച്ച് ശുശ്രൂഷ നല്ല ശുശ്രൂഷ, അടുത്തത് കുറച്ച്, അടുത്തത്. ഇതാണ് എന്റെ കല്യാണം. ഭാര്യ ഭർത്താക്കൾ ആദ്യം കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് വർഷം ഈ ഭാര്യയെ പറ്റി തലമുറ വെച്ച് പോകണം. ഉയരേ ഉയരേ എന്നോട് കലർന്ന്
അതിനകത്ത് പോത്ത് ഇത് നല്ല പോത്താണല്ലോ, ഇങ്ങനെ പെട്ടെന്ന് വീഴും, അപ്പഴേ വീഴും. അങ്ങനെ അവസാനം ഫസ്റ്റ് വർഷം ഇങ്ങനെ പൊക്കിട്ട് പോകും, തളർന്നുകൊണ്ട് പൊക്കിട്ട് പോകും. രണ്ടാമത്തെ വർഷം ഈ റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, റെയിൽവേ ട്രാക്ക്, അതിന് അവിടെ ഇവിടെ രണ്ടുപേരും ഇങ്ങനെ കാർ പിടിച്ച് പോയി. രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം ആദ്യം ഭാര്യ മുന്നേ പോകും, പുറമെ ഭർത്താവും. നീ മുന്നതി പോടിന പിന്നാലെ വാലേ, നീ മുന്നതി പോടിന പിന്നാലെ വാലേ, കട്ടപ്പുള്ള കരുകുമണി പോട്ടപ്പുള്ള, കട്ടപ്പുള്ള കരുകുമണി പോട്ടപ്പുള്ള, നീ മുന്നതി പോടിന പിന്നാലെ വാലേ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ വർഷം കുർബാനയ്ക്ക് വേണ്ടി വീട്ടിൽ തിരിച്ചു വേണ്ടി നിന്റെ കണ്ണ് റോട്ടിൽ നോക്കി നടക്കാൻ പറഞ്ഞാൽ നീ സൈഡിലേക്ക് 90 ഡിഗ്രി നോക്കിട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനെ വഴക്ക് പറയും. അത്രമാത്രം ഇവൻ അബ്സർവ് ചെയ്യും. ഈ അപേക്ഷ സ്നേഹത്തിന്റെ വേർതിരിവ് ആദ്യം ഈ ചൂട് നന്നായിട്ട് തോന്നും, സമയമാകുന്നവരും ചൂട് കുറഞ്ഞുകൊണ്ടേ വരും. പിന്നെ ബുദ്ധിമുട്ടും അനങ്ങാൻ വയ്യ, കുഞ്ഞാൻ വയ്യ, ഇരിക്കാൻ വയ്യ. അത് ഈ കല്യാണ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവസാനം അവള് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് എന്നോട്ട് പോയി. അപ്പോ ഇങ്ങനെ അനുഭവത്തിന്റെ രീതി പല രീതികളുണ്ട്. നിങ്ങൾക്ക് പോലെ പല രീതിക്ക് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പയ്യൻ പാടുകയാണ് ആ പെൺകുട്ടിക്ക്. ഇപ്പോ അതിനു മുമ്പ് പാടിയത് പയ്യന്മാര്, ഇപ്പോ ലേഡീസ് ഇങ്ങനെ പാടാറുണ്ട്. ഇടയ്ക്കിടെ ക്രിസ്ത്യൻ കോളേജിലുള്ള കോളേജ് ഗേൾസ് കൗൺസിലിംഗ് വരും. നമ്മൾ കേട്ട് കഴിയുമ്പോൾ എല്ലാവരും ഷാപ്പടിച്ച് താഴെ വരും. അതുപോലെ ഇഷ്യൂണാവും. നമ്പിടാതെ ആമ്പലയ്യ കാതലത്ത നമ്പിടാതെ. ഇത് ആദ്യം ഈ ലേഡീസ് ഈ സ്നേഹബന്ധത്തിലെ പെട്ടുപോയി ഈശ്വര ദൈവത്തെ അനുഭവിക്കുന്നത് പകരം ഈ പയ്യന്മാര് പോണം വന്ദനം കരടി തുടങ്ങി ഇങ്ങനെ എല്ലാത്തിനും സ്നേഹിച്ച് കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ട് ഉള്ളവരുടെ കരടി കാക്കാമൊക്കെ എല്ലാവരും സ്നേഹിച്ച് ഇങ്ങനെ പാടാൻ തുടങ്ങി. ഇപ്പൊ പയ്യന്മാർ പാടാം. നമ്പിടാതെ പൊമ്പലയ്യ കാതലത്ത നമ്പിടാതെ. അപ്പോ രണ്ട് സമമാണ്, രണ്ട് സെയിം. ഇതിന് ഏതോ ഒരു കുറവുണ്ട്. സ്നേഹിക്കുന്നത് തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. ആ സ്നേഹത്തിൽ സെൻട്രായിട്ട് വയ്ക്കേണ്ടത് അത് ഡൗട്ടായിട്ട് വരിക. ഈശ്വരന്റെ ഇങ്ങനെ ഡൗട്ട്, ചമ്മൽ, നാണക്കേട്, വെക്കക്കേട് ഒരിക്കലും പാടില്ല. ഈശോ നിന്റെ കുടുംബത്തിൽ മധ്യ ഈശോ ഉണ്ടായിരിക്കണം, നിന്റെ ഹൃദയത്തിൽ ഈശോ ഉണ്ടായിരിക്കണം, നിന്റെ സ്നേഹത്തിൽ ഈശോ ഉണ്ടായിരിക്കണം, നിന്റെ ആശ്വാസത്തിൽ ഈശോ ഉണ്ടായിരിക്കണം, നിന്റെ കരുതലിൽ ഈശോ ഉണ്ടായിരിക്കണം, നിന്റെ അളവണിപ്പിൽ ഈശോ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അനുഭവം, നമ്മുടെ കണ്ടുമുട്ടുന്ന വ്യക്തികളോടുള്ള അനുഭവം നമ്മളെ വേർതിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഒറ്റ കാരണം, ഈശ്വരുടെ പ്രധാനം ഇല്ലാതെ പോകും. ഈശ്വരുടെ പ്രധാനം നിങ്ങൾക്കും എനിക്കും ഇല്ലാതെ കൊണ്ട് നമുക്ക് ആ വേർതിരിവുണ്ട്. ഈശ്വരുടെ അനുഭവം നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് കാരണം? ഈശോ നമുക്ക് നിർത്തിയ ഇല്ലാത്തതിന് എന്താണ് കാരണം? ഒന്ന്, വില മതിക്കപ്പെടുന്നില്ല. ഇവരുടെ ഭാര്യയായ എല്ലാവരും സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവാലയത്തില് വാഗ്ദാനം ചെയ്ത് കല്യാണം കഴിച്ച ഭാര്യയാണ്. അവിടെ വേണ്ടി ഞാൻ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ കാണുന്ന 3 മാസത്തിന് മുമ്പ് ഒരു കപ്പിൾസിന്റെ അടുത്ത് കൗൺസിലിംഗ് കളിപ്പിക്കുകയാണ്. അപ്പോ ഈ ഭാര്യ പറയുക, എന്റെ ഭർത്താവ് വരുമ്പോ ഞാൻ താഴെ ഇരിക്കണം, എന്റെ ഭർത്താവ് ചേർന്ന് കാളുകൊണ്ടിരിക്കും, താഴെ ഇരുന്ന് കൊണ്ടു ചെല്ലണം. പ്രാർത്ഥന സമയം കൂടെ ഇവർ താഴെ ഇരിക്കണം. അവൻ ഭാഷ പിന്നെ ടായ്ലറ്റ് ഉണ്ട്, വേറെ ടായ്ലറ്റ്, അവന്റെ ടായ്ലറ്റ് പോകാൻ സ്വന്തം ഭാര്യ. ഇങ്ങനെയുള്ള പ്രശ്നമുള്ള വീട്ടിൽ, ഭവനത്തിൽ, ഈ കപ്പിൾസിൽ
ഈശോ ഒരിക്കലും നിലനിൽക്കില്ല. ഈശോയുടെ അനുഭവം ഒരിക്കലും കിട്ടത്തില്ല. അപ്പോ ബന്ധപ്പെടുന്നില്ല. ഇവൻ എന്റെ ഭാര്യയാണ്, ഇവൻ എന്റെ ഭർത്താവാണ് എന്നുള്ള വില കൊടുക്കാതെ കൊണ്ട് ഈശോയുടെ അനുഭവം കുറവ് ഒത്തിരി കുറവാണ്. രണ്ടാമത് കാര്യം, എന്തുകൊണ്ട് ഈശോയുടെ അനുഭവം നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നത് അഭിപ്രായം കൊടുക്കാനില്ല. ഒരു കാര്യം ചെയ്ത മകളെ ഇത് കൊല്ലണ്ട കേട്ടോ, നല്ല വാക്ക് പറയാൻ നമുക്ക് വാക്ക് പറയാൻ പറ്റില്ല. മൂന്നാമത് കാരണം, ഏതെങ്കിലും പണ്ടത്തിന് ഏതെങ്കിലും നമ്മൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ പപ്പ മമ്മി ഇത് ചെയ്ത് പഠിച്ചു കേട്ടോ ഏതെങ്കിലും സമ്മാനം കൊടുക്കണം. അത് ഉത്സാഹം കൊടുക്കുന്നത് അതില്ല. ഈശോയുടെ അനുഭവം കുറവ്. അടുത്തത് സഹായിക്കാനുള്ള മനസ്സില്ല. സഹായിക്കാനുള്ള മനസ്സ് ഈശോ എടുത്തത്. ഈശോ പക്ക കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് ബുക്കില് വായിച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള എല്ലാ പ്രിൻസിപ്പൽസും ഈശോയിലിருந்து ബൈബിളിലിருந்து എടുത്ത ചിന്താഗതിയെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ഫോളോ ചെയ്യുന്നത്. ആദ്യം വായിച്ച് ഇതിനു മുമ്പ് അതെല്ലാം ഉണ്ടായിരുന്നു. തീക്കാം അതെല്ലാം ആ പാർട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ മാറി ഇപ്പൊ നമുക്ക് ഏത് പാർട്ടിയില്ല. നമുക്ക് ഒറ്റ പാർട്ടി, ഈശോ പാർട്ടി. നിങ്ങളുടെ പാർട്ടി ഏത് പാർട്ടി? അങ്ങനെയാണെങ്കിൽ ഈ കാരണങ്ങളുണ്ട് ഈ യേശുവിന്റെ അനുഭവം നമ്മുടെ കുടുംബത്തിൽ അടുത്തത് മക്കളെ അച്ഛന് ഒരു കൈ കൊടുക്കാൻ വയ്യ. ഇപ്പൊ മൊബൈൽ എടുത്തിട്ട് പിള്ളേർ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോ പ്രോഗ്രസ് കാർഡ് മേടിച്ചിട്ട് ഒരു കൈ നല്ല മാർക്ക് എടുത്തിട്ട് കേട്ടോ അത് ഇന്ന് കൂടുതൽ എടുക്കണം കേട്ടോ അങ്ങനെ പറയാൻ കൈ കൊടുക്കാൻ വയ്യ. നമുക്ക് കൈ കൊടുക്കത്തില്ല. എന്ത് മൊബൈൽ നോക്കിയിരിക്കാൻ അപ്പന് കണ്ട് പിള്ളേർക്ക് അപ്പൻ എട്ടിൽ ചാടിയ മകൻ 16 ചാടും. തള്ള എട്ടിൽ ചാടിയാൽ പിന്നെ 16 ചാടും. അപ്പൊ നിൽക്കുന്നതാണ്. പിള്ളേരെ കുറിച്ച് തെറ്റല്ല. എല്ലാം ഇവിടെ റെഡിയാക്കാൻ ഇവിടെ റെഡിയാക്കാം. നീ പുറത്ത് നിന്നാ ഇവ അടുത്ത ജനം നിന്നും പുറത്ത് നിൽക്കാം. ധ്യാനത്തില് ഈ വലിയ ആൾക്കാർ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞ ആൾക്കാർ നാം വലിയ ആൾക്കാർ നമ്മൾ പുറത്ത് നിൽക്കാം കേട്ടോ. അവിടെ അപ്പൊ തെറ്റ് പഠിക്കുന്നത് പിള്ളേര് വലിയ ആൾക്കാരെടുത്ത് നിന്നെ കണ്ടേ പഠിക്കും. അപ്പൊ നീ എത്രമാത്രം ഈശോയുടെ അനുഭവത്തെ എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും പകർന്നു കൊടുക്കുമെന്നുള്ള ആ ചിന്തകളിലേക്ക് എല്ലാവർക്കും കഴിയുന്നു. ഇപ്പൊ നിങ്ങൾ ചിരിക്കും. സമയം വന്നിട്ടുണ്ട്, അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സൈക്കോളജിസ്റ്റ് ഓടും മക്കളെ കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കും. നിന്റെ സമയം അടുത്തുണ്ട്. അപ്പൊ ഈശോ എടുത്തു വരും. അപ്പൊ ഓടും. എവിടെന്നാ ധ്യാനങ്ങളുണ്ടോ അവിടെന്നാ ഓടും. അനന്തര ഓടും, ചടപടി ഓടും, ഇവിടെ ഓടും, ട്രിവാൻഡ്രം എവിടെന്നാ ധ്യാനങ്ങളുണ്ടോ അവിടെന്നാ ഓടും. ഇത് മെച്ചപ്പെട്ടിട്ടില്ല, അത് മെച്ചപ്പെട്ടില്ല. എവിടെന്നാണ് മെച്ചപ്പെടാം? നിനക്ക് വിശ്വാസം കുറവ്, ഈശോയുടെ അനുഭവം കുറവ്. അതുകൊണ്ട് നീ ഓടിക്കൊണ്ടേയിരിക്കുക. നാളെ കാര്യം പറയാൻ പോകുക. ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം സാധനം പറയാം. നമുക്ക് ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം ഓടനെ. കുറെ കാലം കഴിഞ്ഞ് മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും ചേർന്ന് യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹസോൻ താമാറിൽ, അതായത് എൽഗേദിയിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു.
ഉണ്ടായിരുന്നു. ആ രാജാവ് നല്ലൊരു പേരാണ്. തമിഴില് ജോസഫ്, എങ്കിൽ മലയാളത്തില് യഹോഷാഫാത്ത്. ആ രാജാവ് പേര്, നല്ല പേര്. അതിൻ്റെ എതിർത്ത് സഹോദരമായി ആദ്യം 3 രാജ്യത്തിലിருந்து ഈ ഒറ്റ ആളടിക്കാൻ റെഡിയാവുക. 3 രാജ്യം. ആദ്യത്തെ ആള് മൊബാബിയർ, രണ്ടാമത് അമ്മോണിയർ, മൂന്നാമത് മേരിയർ. ഈ 3 പേരും 3 രാജാക്കന്മാരും ഈ ഒറ്റ രാജാവ് യഹോഷാഫാത്തിനെ എതിരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുക. അപ്പോ ആദ്യം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെള്ളാച്ചനക്ക് ഈ പക്ഷി പേരാ ഇപ്പൊ കോഴിക്കോട് ഇപ്പൊ നാളെ കടക്കട നിരോധനത്തിൽ വരാൻ പോവാ. പഴയ കൊറോണ പോലെ അങ്ങനെ എന്നെ നൈറ്റ് ഇംഗ്ലീഷ് വരും പിടിച്ച് ആക്കത്ത് വയ്ക്കും. നിങ്ങൾ റിലീസ് ആവണം. അപ്പൊ ഇന്നത്തെ ധ്യാനത്തിൽ ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള ഒറ്റ ശക്തി ഈശോ ഈ അസുഖം മാത്രം പറ്റും. പഴയത്ര ഒരുപാട് കാര്യങ്ങൾ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കണം. പറയുന്നത് ഞാൻ ഈ ബ്രാഹ്മിൻ ക്രിസ്ത്യൻ, നിങ്ങൾ എല്ലാവരും കേരള ക്രിസ്ത്യൻ, ഇത് ബ്രാഹ്മിൻ ക്രിസ്ത്യൻ. നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കണം, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഞാനൊക്കെ കേട്ടത് നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കണം, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒരു ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ചോദ്യമാണ്. ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്താണ് ഓടുന്നത്? ഒരു അവസാനമുണ്ട്, ഒരു കുറ്റമുണ്ട്. അവിടെ പോയി നിൽക്കണം. മകളെ എന്ന് പറയും ഈശോ. അത് ഉത്തരം പറഞ്ഞേ പറ്റൂ. അപ്പോ ഒരു പേടി ഇപ്പൊ ആ വീടുകളുണ്ട്. അപ്പോൾ ആറ്റോമാറ്റിക്ക മനുഷ്യന്റെ നിലയിൽ എനിക്ക് എന്താണ് തോന്നും? അവിടെ വായിച്ചു ഒരു വാക്കുണ്ടായിരുന്നു. എന്താണ് തോന്നുന്നു? നിങ്ങൾ പറഞ്ഞ പേടിയുണ്ടോ? പേടിയുണ്ടോ? ഇല്ല. പേടിയുണ്ടോ? റാബിൻ ബ്രദർക്ക് ഇങ്ങനെ എല്ലാവരും പേടിയാണ്. റാബിന്റെ സഹോദരൻ പറയുക. റാബിൻ ബ്രദർക്ക് ഇപ്പോ പെണ്ണിന്റെ ഗതി ശരിയില്ല. 2 വർഷം ബുദ്ധിമുട്ട്, പെട്ടെന്ന് ആശുപത്രി പോണേ എന്ന് പറഞ്ഞാൽ പേടിയില്ല. ഉറപ്പ് പേടിയില്ല. നീ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിനക്ക് പേടിയില്ല. മനുഷ്യൻ എനിക്ക് പേടിയില്ല. ഇപ്പൊ അടുത്തത് രാവിലെ വിട്ടേക്കാം. ഇവിടെ വരാം. പ്രാർത്ഥിക്കാനുള്ള പേടിയില്ല. എത്ര പ്രാവശ്യമായി നാം പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞു അടുത്ത ഞായറാഴ്ച വെള്ളിയാഴ്ച ആക്സിഡന്റ് സംഭവിച്ചല്ലോ. ഞായറാഴ്ച പറഞ്ഞിട്ട് പോയി അച്ഛനക്ക് ആക്സിഡന്റ് സംഭവിക്കുമെന്ന് അതേപോലെ സംഭവിച്ചു. കഴിഞ്ഞ വർഷം 24-ാം തീയതി മാർച്ച് മാസം 25-ാം തീയതി ദൈവം നെഗറ്റീവായിട്ട് കാണിക്കുന്നു. നെഗറ്റീവ് ഇല്ല, ദൈവം ഒരു അടയാളം കാണിക്കുന്നുണ്ട്. ആക്സിഡന്റ് സംഭവിക്കും, എല്ലാത്തിനും സംഭവിക്കും. ഡോക്ടർ കഴിഞ്ഞ 24-ാം തീയതി 25-ാം തീയതി 27 ജന്മദിനം 25 ആക്സിഡന്റ്. അപ്പോ ദൈവം തീരുമാനിക്കാം. എന്റെ നിനക്ക് അഹങ്കാരം കൂടുതലുണ്ടാവില്ല. അഹങ്കാരം കൂടുതൽ അന്ന് മുതൽ ചെറുതായിട്ട് പണ്ടത്തെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കാറെടുത്ത നേരിട്ട് അടിച്ച മിസ്സിനവയെ വരുന്നുണ്ട് ഡെയിലി. ഇപ്പൊ കാറെടുത്ത് വരുമ്പോ ഇപ്പൊ എപ്പോഴാ കാർ എടുക്കുന്നോ അപ്പോഴും എന്റെ ടാറ്റാ നെക്സാൻ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോ ഞാൻ കൊടുത്തിട്ട് അതിൽ പോകുമ്പോ ഈ വെള്ളം അടിച്ചിട്ട് പാത്രം നിർത്താൻ വെച്ചിട്ട് ഈ മാറ്റിമാർ വെച്ചിട്ട് പയ്യന്മാരെ 320cc അതുകൊണ്ട് എന്റെ കുഞ്ഞു കാറ് അടിച്ച അന്ന് ഓസിക്കാറാണ്. എന്റെ കാറിൽ നിങ്ങൾ കാര്യമാണ്. അച്ഛൻ തന്നെയാണ് എന്റെ കാറിൽ എല്ലാം മക്കൾ കൊടുക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, വീണ്ടും മക്കളിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ എന്റെ കാർ അടിച്ച നാനും പോവും അവനും പോവും. അപ്പൊ പേടി. ഇപ്പൊ വിദ്യാർത്ഥി പേടി, കടം പേടി, മോളെ കഴിഞ്ഞിട്ടില്ല പേടി, ജോലി കിട്ടിയില്ല പേടി, ജീവിതം പേടി, വെള്ളം പേടി. അങ്ങനെ ഒരു യുദ്ധം
എടുത്തു വരുമ്പോൾ അതും ഈ രാജാവ് എതിർത്ത് 3 രാജാക്കന്മാർ വരുമ്പോൾ ആട്ടോമാറ്റിക്കാണ് ഈ രാജാവുക്ക് ഭയങ്കര പേടിയാണ്. അതാണ് നല്ലൊരു വചനമാണ്. അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിൽ നിന്നും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. നിങ്ങൾ നാം ഒരു പരിധിയെ ഇരിക്കത്തുള്ളൂ. ഏത് ഭയം അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കില്ല. അടിക്കും തട്ടും അടിക്കും ഉടനെ ആംബുലൻസ് വിളിക്കും. ഈ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, നമ്മൾ ഓടും. ഞാൻ 10 മിനിറ്റില് ആക്സിഡന്റ് കാരണം സംഭവിച്ച് എരിച്ച് ആ ഓപ്പോസിറ്റുള്ള കാറിൽ 6 പേരെ എടുത്ത് എന്റെ കൈ വീട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതിലാണ് ഞാൻ ജയിച്ചത്. ഇല്ലെങ്കിൽ അവൻ ആ ചെറുക്കാൻ ചീറ്റ് എന്നെ കേസ് കൊടുത്തേ. എനിക്ക് ഞാൻ ധരിച്ചത് പാത്രപ്പിച്ച നടത്താൻ വേണ്ടി ഓവർടേക്ക് എടുത്ത് ഒറ്റടി 6 മണിക്ക് ഇവിടെ എത്തണം. അതുകൊണ്ട് ആക്സിഡന്റ് ഇവിടെ പോലീസ് കാണാൻ അടിച്ചത്. അത്ര വാസിയോട് വണ്ടി ഓടിക്കുമ്പോ പിന്നെ ദൈവം ഇനി ഞങ്ങൾ വാസിയോട് വണ്ടി ഓടിക്കല്. ഇപ്പൊ നീ അച്ഛനാണ്, പണ്ടത്തെ ഡ്രൈവറുകളെ ദിനേശ, ഇപ്പൊ നീ അച്ഛനാണ് ദിനേശ, 10 കോടികളെ ദിനേശ. പിന്നെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ തലയിൽ പിടിക്കാറുണ്ട്, ഒരുപാട് സിസ്റ്റം ചെയ്യാറുണ്ട്. അങ്ങനെ ഇട്ട പിക്ചർ ഈ വെള്ളാച്ചനക്ക് ദൈവം. അപ്പൊ അതുകൊണ്ട് നിന്ന് പോകും. എല്ലാം കയറ്റിയിട്ട് വീണ്ടും എന്നെ അടുത്ത 10 മിനിറ്റില് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഭയം ഇതോടെ അറിയിച്ചു. പക്ഷേ അതോടെ അതോടെ ഈ അമ്മച്ച കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. 2-3 ഒരേ ട്രിപ്പ്. അമ്മച്ചക്ക് അപ്പുറത്തെ ട്രിപ്പ് കേൾക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഇവിടുത്തെ ട്രിപ്പ് കേൾക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ അമ്മച്ചി ഇപ്പം ഞാൻ. ആ അമ്മച്ചി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സ്കൈൻ ഓപ്പണിംഗ് ഓപ്പറേഷൻ. അത് ശരിയായിട്ട് തിരിച്ച് അടുത്ത് പോകണം, വീട്ടിൽ പോകണം. തിരിച്ച് വട്ടപ്പാട് അതിന്റെ അവസ്ഥ ഗതികേട് എന്റെ വഴി അത് വീണ്ടും വരുമ്പോൾ പാവം അമ്മച്ചി ഞാൻ തരുന്നത്. അമ്മച്ചി അയ്യോ ഇങ്ങനെ കഴിയുക. അയ്യോ അമ്മച്ചി പാറ വയ്ക്കോ പണി വയ്ക്കോ വച്ച് നമ്മ പോകും, പോലീസ് പിടിക്കും. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുന്നതോ ഇല്ലയോ ആ അമ്മച്ചി കണ്ടു ദൈവമേ ആ അമ്മച്ചി നമ്മളോട് പോലീസ് പിടിക്കും. ഇങ്ങനെ ഡെയിലി ഇതുകൊണ്ട് നീക്കണം. പക്ഷെ ഇങ്ങനെ அந்த பயத்தோட வீட்டில் பேதியோட வீட்டில் வீட்டு வருஷப்பு ராஜா முன்னோட்டு வருவான். உபவாசம் இருக்க மக்களே என்று പറയുവാൻ. ഇന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ദിവസങ്ങൾ ആരംഭിക്കാൻ പോവാം. ഞങ്ങൾ വേണ്ടിയിട്ട് ഒരു ദിവസം എടാ നീ ഒരു പ്രാവശ്യം കഴിക്കാതെ പോകാൻ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്റി ഇല്ല, ധൈര്യമില്ല, മക്കൾ തിരിച്ചു പറയണം, തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ പേടിയുള്ളതുകൊണ്ട് നിങ്ങൾ ഉപവസിക്കുന്നില്ല, നിന്റെ മക്കളെ ഉപവസിക്കാൻ പറയുന്നില്ല. ശാപം ചിന്തിക്കണം. ഇപ്പൊ അതല്ലേ പുറത്തിരിക്കുക. കാരണം നിങ്ങൾക്കാ കാരണം നീ ഉപവസിക്കുന്നില്ല, നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ഉപവസിക്കുന്നില്ല, അവൻ തെറ്റ് ചെയ്യുക. കാരണം പിള്ളേരില്ല അമ്മ, പിള്ളേരില്ല പപ്പ, പേരൻസ് ആണ് കാരണം. സഭ പഠിപ്പിക്കുന്ന എല്ലാ നിയമങ്ങളെയും പ്രിൻസിപ്പൽ നന്നായിട്ട് പഠിക്കാതെ കൊണ്ട് ഒന്നും അറിയുന്നില്ല. ആദ്യം സഭ എന്ത് നമുക്ക് പഠിപ്പിച്ചു കൊടുത്തോ ആദ്യം നന്നായിട്ട് പഠിക്കുക, പിന്നെ പഠിപ്പിക്കുക. ഇത് ചെയ്യണം. ഉപവാസക്കുറവ്. ഈ രാജാവ് സൂപ്പർ പേടിയുള്ളത് കൊണ്ട് അതോടെ നിർത്തിയിട്ടില്ല. അടുത്ത ദിവസം മുന്നോട്ട് പോയി ഉപവാസം ഇരിക്കണമെന്ന് അവനെ പറയുക. അവനോട് കൂടെ ഇരുന്ന ആ ജനങ്ങളെയും ഉപവസിമക്കളെ ഉപവസിക്കുക എന്ന് പറയുക. അതേപോലെ എന്നെ കടവാള ഒരു പേടിയാണ്, ഭയമാണ്. ഉപവസി പ്രാർത്ഥിക്കുക. വയറ് കത്തിച്ച് 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 പ്രാർത്ഥിക്കുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോ അതിന് ഉത്തരം ഉറപ്പായിട്ട് നൽകും. അതിൽ എന്തൊരു മാറ്റമില്ല. ഈശോ അങ്ങനെയാണ്. ഏത് വ്യക്തികൾക്ക് നമ്മൾ ഉറപ്പ് 100% പറയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ 100% കറക്റ്റ് ഉണ്ടായിട്ടുള്ള ഉറപ്പില്ല. ലെവൽ വേറെ ലെവൽ അത് അനുഭവിക്കുന്നു. അത് യേശു അനുഭവിക്കുന്നു. യേശു അനുഭവം ദീപ അനുഭവമില്ല. ഷാജി ആദ്യം പറഞ്ഞത് ദീപ അനുഭവമില്ല, പെൺകുട്ടിയുടെ അനുഭവമില്ല, ആ ഷാജി ആ പയ്യനുടെ അനുഭവമില്ല, ആ ഊണാപ്പുറത്തെ പയ്യനുടെ അനുഭവമില്ല, അവന്റെ അനുഭവമില്ല. ഇത് ഈശോയുടെ അനുഭവം. ഈശോ മിസ്സായ നീ മിസ്സാവും. ഈശോ
മിസ്സാവും. അപ്പോ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചു. അപ്പൊ നീയും നാം ഏത് പ്രശ്നം ഉണ്ടാകും, പേടി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പേടിയില്ലാതെ കൈകൊണ്ട് പേടിയില്ലാതെ എന്റെ സഹോദരി മാത്രം പേടിയുണ്ടാവില്ല. തുടക്കം 2019 പേടിയില്ല. 2019 നീ ഞങ്ങൾക്ക് മാത്രം പേടിയില്ല. ഈശ്വരൻ നന്ദിയായിരിക്കണം. പത്താണ് ധൈര്യമുള്ള വ്യക്തിയുടെ കൈകൊണ്ട് ധൈര്യമുണ്ടോ? എല്ലാത്തിനും ധൈര്യമുണ്ടോ? പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പോ ഈ രാജാവ് എങ്ങനെ കൈകാര്യം ചെയ്തു അതേപോലെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അടുത്ത വചനം കർത്താവിന്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. അവർ കർത്താവിനെ അന്വേഷിച്ചു. യൂദയായിലെ എല്ലാ നഗരങ്ങളിൽ നിന്ന് വന്നു. ദേവാലയത്തിന് മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച് യൂദാ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോശാഫാത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങയോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിയും. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതികൾക്ക് അത് ശാശ്വത അവകാശമായി നൽകുകയും ചെയ്തില്ലേ? അവർ പണ്ടത്തെ ക്രിസ്തീയ ഓർമ്മിപ്പിക്കുക. ഇതെല്ലാം ഈ റെഡ് സീ ഈ പാണ്ഡ്യജലത്തിൽ പറയാൻ പറ്റുന്നില്ല, ഇവിടത്തേക്ക് പറയാൻ പറ്റില്ല. റെഡ് സീ മോസസ് ഈ കടൽ വഴികൊണ്ട് പോലെ ചെങ്കടൽ, അതെല്ലാം ഓർമ്മിക്കുക. ഇങ്ങനെല്ലാം ഇത് നടക്കുമ്പോൾ 2-3 കിലോമീറ്റർ റെഡ് സീയുടെ ഇങ്ങനെ ഈശ്വരൻ അവിടെ കടന്നു പോകുമ്പോൾ ഈ 2 തിരിഞ്ഞല്ലോ. അതിനുடைய ആഴം എത്ര അറിയോ? ആഴം അറിയണം 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്റർ അതിനുடைய ആഴം ഈ മതിൽ പോലെ എത്ര മഹത്താണ് ആവിന്റെയും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഉപസിക്കുമ്പോ നീ അങ്ങനെ സഹായിക്കാനുള്ള ഇത് മനസ്സ് അവനൊക്കെ കൊണ്ട് രാജാവ് അത് മക്കൾക്ക് ബോധ്യപ്പെടുത്തുക. അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രമിച്ച് ഞങ്ങളെ രക്ഷിക്കും. വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രമിച്ച് ഞങ്ങളെ രക്ഷിക്കും. 4 കാര്യം പറയാൻ പോവാം. അവരുടെ കൊണ്ട് പറഞ്ഞ ഉപവാസം. ഭയം എല്ലാവർക്കും ഉണ്ട്, പേടിയുണ്ട്. ആ പേടിയുണ്ടെങ്കിൽ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവരെ കുറിച്ച് ഒരിക്കലും ഒരു തുണി കൂടെ പേടിക്കേണ്ട, വിഷമേണ്ട. അത് എന്ത് ചെയ്യണം, പകരം എന്ത് ചെയ്യണം, ഉപവാസം എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഈ രാജാവ് നമുക്ക് ബോധ്യപ്പെടുത്തുക. അതിനകത്ത് 2ാമത്തെ കാര്യം ഈ രാജാവ് മക്കളെടുത്ത് പറയുക. എന്തുകൊണ്ട് എത്ര രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് ഞാന് ആദ്യത്തെ രാജാവ് സഹോദര മോവാബ്യർ, അമ്മോനിയർ, 2 മെയൂന്യർ. ആദ്യം ഒന്ന് പറയാം. ഈ രാജാവുடைய മക്കള് ഈ കൊള്ളക്കൂട്ടൻ പറയും തമിഴിന്, മലയാളത്തിലെ കൊള്ളക്കൂട്ടൻ തന്നെ.
ഈ വഴിയിൽ പോകുന്ന ആൾക്കാരെ പിടിച്ച് ഈ സാധനങ്ങൾ അടിച്ച് എടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ നോക്കുന്ന ഈ മൊബൈൽ ഈ രാജ്യത്തിലുള്ള മക്കൾ അങ്ങനെ ഭയങ്കര കാട്ടാളന്മാർ. അത് അതിപ്പോ അടുത്ത 2 രാജ്യത്തിലുള്ള മക്കൾ ഭയങ്കര കാട്ടാളന്മാർ. ഈ 3 കാട്ടാളന്മാർ പാമ്പ് ഇന്ത്യയില് ഈ വെള്ളത്തിൽ ഇന്ത്യയെ വടക്ക് പോയിട്ട് അടിച്ച് തകർക്കാൻ വരുക. 3 രാജാക്കന്മാർ. ഈ മൂന്ന് രാജാക്കന്മാർ ഈ ഒറ്റ രാജാവ് എതിർത്ത് ഇത് ചെയ്യുമ്പോ ഈ ഒറ്റ രാജാവ് ദൈവത്തിന്റെ കൃപ വഴി നമുക്ക് 4 കാര്യം പഠിപ്പിക്കുക. ആദ്യത്തെ കാര്യം ഉപവാസം, രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന പറയുമ്പോൾ ഒരുപാട് കാര്യം പറയാം. ചോദിക്കപ്പെടുന്നത് കാലത്ത് ജനിച്ച് ചില കുടുംബങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, കുർബാനകളുണ്ട്. നിന്റെ മകനെ ജനിപ്പിച്ച് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കൂടെ ആ മകനെ കൊണ്ടുവരാൻ താല്പര്യമില്ലാതെ ഈ പുള്ള ഒന്നേ ഒന്ന് കണ്ണിക്കണം. ഇപ്പൊ അടുത്തത് നീയെ നാമെ കൊണ്ട് നമ്മുടെ കൊണ്ടേ. അപ്പം ഞാൻ ഒരു കുഞ്ഞാണ്, കുഞ്ഞ് വേണ്ട. ഇപ്പൊ 117 കോടിയാണ്. ഇപ്പൊ ഫസ്റ്റ് ചൈന കടത്തി വിട്ടത് റമദാൻ ഫസ്റ്റ്. അതുകൊണ്ട് പിന്നെ വേണ്ട പോളിസി നല്ല കൊള്ളാം. ബാംബെ പോയിട്ട് കാപ്പടിയുണ്ട്, ബാംഗ്ലൂർ പോയിട്ട് കാപ്പടിയുണ്ട്, ചെന്നൈ പോയിട്ട് കാപ്പടിയുണ്ട്. ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയിട്ട് കാപ്പടിക്കുന്ന ഒരു പരിപാടി ലിവിംഗ് ടുഗദർ അവസാനം പൊട്ടിത്തെച്ചു കൊടുക്കും. ഇതാ പ്രശ്നം. എന്തുകൊണ്ട് ഈശോയുടെ അനുഭവം ഇന്നുള്ളവരുടെ ഹൃദയത്തിലുള്ളവരുടെ കുടുംബത്തിലുള്ള ഇല്ലാത്തത് കൊണ്ടാണ് ഈ പരിപാടി സംഭവിക്കുന്നത്. ലിവിംഗ് ടുഗദർ ഗർഭപാത്രത്തെ വാടകയ്ക്ക് വിടുന്നത്, ക്ഷാമം ദുരിതം, ഗർഭപാത്രത്തെ വാടകയ്ക്ക് വിടുന്നത് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഒരു നാടകക്കാരൻ ഈ ഹീറോയിനുണ്ട് ഗർഭപാത്രത്തെ വാടകയ്ക്ക് അതുകൂടെ ആ ലേഡി പൈസ വെച്ച് പോയിരുന്നു. ഇപ്പൊ റീസെന്റ് ഉള്ള ഒരു മലയാളി നടിക്ക് തന്നെ പറയണ്ട നടി എന്തുകൊണ്ട് ഈശോയുടെ അനുഭവമില്ലാതുകൊണ്ട്, ഈശോയുടെ ആശ്രമം ഇല്ലാതുകൊണ്ട്, ഈശോയുടെ ഈ അഭിഷേകം ഇല്ലാതുകൊണ്ട് തെറ്റിലേക്കും തെറ്റായ ചിന്തയിലേക്കും നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം നിങ്ങൾ വില കൊടുത്തിട്ടുണ്ട്, നമ്മള് പിള്ളേരെ വരുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം ഉപവാസം, രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന. അത് നമ്പർ 12 വചനം. ഞങ്ങളുടെ ദൈവമേ, അന്ന് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത് സൂപ്പറാണ്. മൂന്നാമത്തെ കാര്യം സമർപ്പിക്കണം. 1 ഉപവാസം, 2 പ്രാർത്ഥന. ഈ രാജാവ് നല്ല ഒരു പാഠം നമുക്ക് പഠിപ്പിക്കുക. ഒരു യുദ്ധം, ഈ യുദ്ധത്തിന് വഴി അവനെ എങ്ങനെ വിജയിക്കുന്നുണ്ട്, ദൈവം എങ്ങനെ അവനെ വിജയിപ്പിച്ച് എന്നുള്ള വചനം എല്ലാം സൂപ്പറാണ്. ചുമ്മാ ഈ കഥ ബുക്ക്, ഈ സ്റ്റോറി ബുക്ക് പഠിക്കുന്നത് പഠിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാവില്ല. വീണ്ടും വായിക്കണോ. അപ്പൊ നമുക്ക് പുതിയ ഇപ്പൊ അടുത്ത പ്രാവശ്യം വായിച്ചാൽ വേറെ ചിന്ത തോന്നണം. ഞാൻ സംസാരിച്ചത് ഞാൻ കൊടുക്കാൻ വന്നത് വേറെ, പക്ഷേ വീട്ടിൽ കൊടുക്കുന്നത് വേറെ. ഇതാണ് കാര്യമാണ്. നമ്മൾ വെറും പിന്നെ അതിങ്ങനെ പോകും. ഈ പ്രശ്നം എങ്ങനെ നയിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ്. അപ്പൊ മൂന്നാമത്തെ കാര്യം സമർപ്പിക്കുന്നത്. നിങ്ങൾ പാമ്പ് പെട്ടെന്ന് പാമ്പ് കഴിയും. നമ്മൾ ഓടിക്കാൻ വേണ്ടി എൻ്റെ വഴിയില് 2 പാമ്പ് കഴിഞ്ഞ കൊണ്ടുപോയി കാട്ടാറില്ല മുറിയില്
അത് പിടിച്ച് ഞാൻ ബിഷപ്പ് പറഞ്ഞ് ഇനി ആള് പോകണ്ടാനെ ഞാൻ പിടിച്ചു. അതുപോലെ ഡോക്ടർ ആക്കുമ്പോൾ അങ്ങനെ പിടിച്ച് പാക്കറ്റ് എടുത്ത് മെഡിക്കൽ കോളേജ് പോയി. കടക്കൊട്ട് CCI ആശുപത്രിയിൽ പറഞ്ഞു ഇത് പെട്ടെന്ന് റെഡ് അമ്മണിയാണ് പെട്ടെന്ന് ചൂട് പോകും, നിങ്ങൾക്ക് കാര്യം ശുചിവെച്ച വണ്ടി ഓടിക്കാൻ കൂടാ എന്നെ വെച്ച് ഞാൻ ഇത് ചെയ്ത് കടിച്ച സ്ഥലത്ത് പിന്നീട് എടുത്ത് ഇവിടെ ഉണ്ട് കീരി എടുത്തിട്ട് ബ്ലഡ് കുറിച്ചിട്ട് ആള് കെട്ടിട്ട് ആ പാമ്പ് എടുത്ത് അണലി നല്ല സൂപ്പർ അണലി എടുത്ത് വെച്ചിട്ട് നേരെ CCI കടക്കോട്ട് ആശുപത്രിയിൽ പോയി. അവിടെ ഈ ഡോക്ടേഴ്സ് അവരെ പേടിപ്പിച്ച് കൊടുക്കും. അയ്യോ പെട്ടെന്ന് പോകും 10 മീറ്റർ പെട്ടെന്ന് കത്തും വിസാ മേടിക്കും. അങ്ങനെ പേടിപ്പിച്ച് ഇവർ ശിജോ അവരുടെ പേടി നീ ഇവിടെ ആംബുലൻസ് അടിക്കാം. ശിജോ പീക്കൂ ക്രിസ്തുവാണ് ഈശോ കൊടുക്കും. ഇപ്പൊ ഈശോ പറഞ്ഞ കാര്യമില്ല, നീ മരിക്കും, നീ വണ്ടി നിർത്തിട്ട് പറയാ റീസൺ ഉപയോഗിക്കുക, വെള്ളാത്തിന് വിശ്വാസം ഉപയോഗിക്കുക. വെയിറ്റ് ഈശോ നീ ടെൻഷനില്ല, ഇന്നും കൂടും ബ്ലഡ് ചാടും. അപ്പൊ ഫാസ്റ്റായിട്ട് ഇവിടെ ഡോക്ടേഴ്സ്മാര് ഫാസ്റ്റായിട്ട് ലക്ഷം കയറി താമസിച്ചിട്ട് കയറും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുത്ത് അത് വെട്ടിയിട്ട് ബ്ലഡിന്റെ അത് ബ്ലഡ് ഊരി പുറത്ത് കളഞ്ഞിട്ട് അവിടെ പോയിട്ട് നമ്മളിത് കുറിച്ച് നമ്മളെപ്പോ തമിഴ് പറയാറുണ്ട് എൻട്രു നിലവൈ എവർ 65. മലയാളത്തിൽ പറയില്ല എൻട്രു നിലവൈ എവർ 65. എപ്പോഴും യുവാവാണ്. വെയിറ്റ് അറിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അറിയില്ല, ചിന്ന പയ്യനൊക്കെ നിങ്ങൾക്ക് അറിയില്ല. അതാ എൻട്രു നിലവൈ ഇളമേന യുവാവ് 22 എപ്പോഴും എൻട്രു നിലവൈ എപ്പോഴും എവർ 65. 65 കിലോ കൂടിയാലും കുറഞ്ഞാലും കൊടുക്കും. എപ്പോഴും 65 കിലോ. ഒത്തിരി കൂടിയ നെറ്റിൽ നോക്കി പോകാൻ പറ്റില്ല. അപ്പൊ നടക്കുന്നത് 8 പത്തേക്കുള്ള നടക്കണം. ഇങ്ങനെ 8 പത്തേക്കുള്ള നടക്കണം. അതുപോലെ നടക്കാൻ വയ്യ. നല്ല ആരോഗ്യം കൊടുത്തിട്ട് പോയി എടുത്തിരിക്കണം. ശുചിത്വത്തിൽ ആദ്യം ശുചിത്വത്തിൽ കാറ്റ് ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഡോക്ടർ ഇത് 2 പേരെ യാതൊരു പാമ്പ് കടിച്ചത്. പാമ്പ് ഇങ്ങനെ കരുതുന്നത് അവനെ എനിക്ക് പറയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. സഹോദരന്മാരെ പറ യാതൊരു പാമ്പ് കരുതത് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. നീ ടെൻഷൻ ചെയ്തിരിക്കുക. ഭയങ്കര ടെൻഷനും ചെയ്യും. പിന്നെ ഒബ്സർവേഷൻ ഒരു മണിക്കൂർ എത്തി ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഒരു ജ്യൂസ് കൊടുത്ത് ഡോക്ടർ പാമ്പ് എടുക്കാൻ ഞാൻ ചോദിച്ചു. ഡോക്ടറെ പാമ്പിന്റെ ഏത് പാമ്പ് അവളിതാ നിങ്ങൾ ഡോക്ടർ എടുത്ത് കാണിച്ചിട്ട് പാമ്പ് തന്നെ അപ്പത്തിനെ പിടിക്കും. ഞാൻ എന്റെ വീട്ടിൽ നൈറ്റ് 10:30 എന്റെ രണ്ടാമത്തെ ചേട്ടൻ മൂർക്കണം. നൈറ്റ് 10:30 കോഴിയെ കടിച്ച് കോഴി പുറത്തുനിന്ന് തപ്പുന്ന ഇറക്കം കടിച്ച് സമയം പുറത്തു വന്നു. വലിയ മൂർക്കണം. ഞാൻ ഇവിടെ സഹോദരന്മാരെ കാണിച്ചു കൊടുത്തു. നൈറ്റ് 10:30 നൈറ്റ് അടിച്ചു. എന്റെ സഹോദരന്മാർ വീട്ടിൽ പണ്ട് വാസത്തിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെ അത് ബ്ലഡ് ഉണ്ട്. അത് ധൈര്യം പേടിയില്ലാത്ത ബ്ലഡ്. എന്തുകൊണ്ട് ഈശോയുടെ അറിവുള്ളത് കൊണ്ട്, ഈശോ കൂടുന്നത് കൊണ്ട്, ക്രിസ്തുവിന്റെ കൂടുന്നത് കൊണ്ട്, മഹത്താനവൻ കൂടുന്നത് കൊണ്ട്, ലോകത്തിന്റെ രക്ഷകൻ കൂടുന്നത് കൊണ്ട്. ചില ആൾക്കാർ അറിവ് ഉപയോഗിക്കും, പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് വിശ്വാസത്തെ ഉപയോഗിക്കണം. നീ രക്ഷപ്പെടും. ആൾക്കാർ ഒരുപാട് ആളുകൾ ഒരു മണ്ണാമണിയൂടെ എന്റെ ദൈവം വിളിക്കുന്നു. നീ ഇനി ചിന്തിക്കും വീട്ടിൽ പോയിട്ട് ഒരു എലി കണ്ട എന്റെ അമ്മേ എന്റെ പപ്പേ എന്റെ ചേച്ചി ഇങ്ങനെ വിളിക്കുന്നു. ഏത് ഒരു ദിവസം ഇങ്ങനെ പറയാം അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയാം. നിങ്ങളും നാളെ വിളിക്കുന്നത് എന്റെ പപ്പേ എന്റെ അമ്മയെ എന്റെ അമ്മയെ ഇങ്ങനെ വിളിക്കണം. ഏതെങ്കിലും അപകടം വരുമ്പോ എന്റെ അമ്മയെ വിളിക്കണം. പക്ഷെ ഇങ്ങനെ വിളിച്ചത് സൂപ്പറാണ്. നിങ്ങളുടെ ദൈവമേ അങ്ങനെ വിളിച്ചത്. എന്റെ ഭാര്യയെ അന്ന് രാജാവ് നല്ല ഒരുപാട് നല്ല സൂപ്പർ പറയാനുണ്ട്. എന്റെ ഭാര്യയെ അങ്ങനെ വിളിച്ചിട്ടില്ല.
വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇന്ന് മുതൽ വിളിക്കുക. ഏതെങ്കിലും അപകടം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, കടബാധ വരുമ്പോൾ, അസുഖം വരുമ്പോൾ, വ്യാധി വരുമ്പോൾ എന്റെ പൊന്ന് ഈശോയെ വിളിക്കുക. ഈശോ ഇറങ്ങി വരും. അഭിഷേകത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങളുടെ സുഖം പ്രാപിക്കും. നീ നല്ല ഈശോയെ കിടുപ്പൻ വ്യക്തിയായി മാറും. അതാണ് എനിക്ക് രാജാവ് വിളിച്ചത്. നിങ്ങളുടെ കർത്താവായ ദൈവമേ സൂപ്പറാണ്. അങ്ങനെ ഒരു വിശ്വാസം വേണം. അതാണ് പോകുന്നത്. സമർപ്പിക്കുക. എന്റെ ദൈവമേ പറഞ്ഞ് അത് പൂർണ്ണമായി സമർപ്പിക്കുക. 50-50 നീ പാതി ഞാൻ പാതി കണ്ണേ അങ്ങനല്ല, പകരം പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ദൈവം. അതുതാണ് ആ രാജാവിന്റെ എല്ലാവരും അതുപോലെ നിങ്ങൾ സമർപ്പിക്കണം. 13 യൂദായിക പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടി കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെ മാത്രമേ ഈശോയുടെ ദൈവത്തിന് മുമ്പിൽ യാതൊരു നിന്നിട്ടില്ല. നമ്മളെ പറഞ്ഞില്ലേ, നിങ്ങളുടെ മക്കള് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പള്ളികളെ പറഞ്ഞിട്ടുണ്ടോ? ധ്യാനങ്ങളെ പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥനകളെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ട്യൂഷന് പോയിട്ടോ? എന്റെ മോൻ ഭയങ്കര പിടിയിട്ടാണ്. ടാപ്പാണ്, അസോസിയേഷൻ ടാപ്പാണ്, എല്ലാം ടാപ്പാണ്. കുറച്ച് വർഷമായ ശേഷം ടാപ്പോട് ഈശോയുടെ അനുഭവം ടാപ്പില്ലെങ്കിൽ അതിന് ഈശോയുടെ അനുഭവം ഉണ്ടെങ്കിൽ അത് ഇന്ന് സൂപ്പർ മഹത്വമുള്ളതായിട്ട് മാറും. ടാപ്പ് 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 ടാപ്പിന് അവസരം ഈ ടാപ്പ് പോകും വിശ്രമിക്കുന്ന അവസരം ഉണ്ടാവും. കുട്ടികളോടും ഭാര്യയോടും മക്കളോട് ചേർന്ന് വരുക. അതേ അനുഭവം ഈ രാജാവുള്ള അനുഭവം നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിക്കണം. എനിക്ക് എന്റെ മോൻ ഇംഗ്ലീഷ് പോയിട്ടുണ്ട്. ഞാൻ പകുതി ധ്യാനത്തിൽ വന്നു. പിന്നെ കുടുംബം ചോദിച്ചു, അച്ഛൻ എത്ര മണിക്ക് അച്ഛൻ്റെ ധ്യാനം? നമ്മൾ ഒരു 7:30 വരണ്ട അങ്ങനെ ചോദിച്ചു. 7:30 പെർമിഷൻ ചോദിക്കുക. ഇത് എന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ ആവശ്യമല്ല. പകരം ഈശോയുടെ പറയണം, ഈശോയെ എന്റെ മകൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ വാക്കുകളെയും നിന്റെ അഭിഷേകങ്ങളെയും അനുഭവിക്കാനുള്ള അവസരം 3 ദിവസങ്ങളാണ്. ആ 3 ദിവസം ഇട്ടിട്ട് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഹന്ദി, മുന്തി ഇല്ലാണ്ട് കുട്ടികൾ ഓടിക്കൊണ്ടേയിരിക്കുക. അവസാനം പിന്നിലൂടെ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചിന്തിക്കണം. ഒരുപാട് തെറ്റുകൾ കാരണം മക്കളെ കൊണ്ടുവരുന്നില്ലെങ്കിലും പപ്പ മമ്മി കൊണ്ടുവരില്ല. പിള്ളേർക്ക് പേടി. ഇപ്പൊ കേസ് നിയമം വേറെ രീതിക്ക് വരുന്നുണ്ട്. പിള്ളേർക്ക് മാനസികമായിട്ട് പറഞ്ഞാലേ പേടിയുണ്ട്. അപ്പുറം ചർച്ച ചെയ്യും. അത് നമ്മളിപ്പോ അപ്പുറം പേടി എന്നെ തടഞ്ഞു വീഴും. ഞാൻ എന്റെ മുറിയിലെ കാട്ടാറില് ഇത് വെച്ചിട്ടുണ്ട്. ചെറിയ തെറ്റുക്ക് ചുവരിലും വലിയ തെറ്റുക്ക് നീണ്ട സ്കെയിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ആട്ടിയ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, ഒളിച്ചുകൂടി 3 മാസം കഴിഞ്ഞിട്ട് അതേ പെൺകുട്ടി ಇನ್ನೊരു പേരുടെ വീണ്ടും ഒളിച്ചുകൂടി. ആട്ടികൾ അവിടെ പോലീസ് വിളിച്ചിട്ട് ഏതെങ്കിലും കൗൺസിലിംഗ്, ഏതെങ്കിലും സൈക്കാട്രി, ഏതെങ്കിലും അച്ഛന്മാരെ കൊണ്ട് ഞാൻ പങ്കെടുക്കാൻ പറയാം. ഇങ്ങനെ പോയാൽ എന്റെ മക്കൾ 2 പെൺകുട്ടികൾ, ഇതിൽ 3 പെൺകുട്ടി ആയിട്ടില്ല. നമുക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഷോക്കാവുന്നത്. ഈ കളി കാണും. ഈ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര പേടി വരുള്ളൂ. പേടിനോ അവനെ അടിക്കുന്ന ആ പേടിയില്ല, ജീവിതത്തിന്റെ പേടി. മക്കൾ ഇവിടെ തെറ്റായി പോകുന്നുണ്ടല്ലോ, എങ്ങനെ ഇതുവരെ പോയി എത്തും എന്നുള്ളൊരു പേടി. പിന്നെ അങ്ങനെ ഞാൻ കൊല്ലത്തില് ധ്യാനം കൊടുക്കുമ്പോ അവിടെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഫോൺ വിളിച്ച്, അച്ഛൻ കണ്ടാക്ട് അച്ഛനാണോ, തമിഴ് അച്ഛനാണോ? അതെ, എന്റെ മകൻ കൊണ്ടുവരണ്ട. ഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ എന്റെ മകൾക്ക് 2 അടി കുറവ്. എന്താ 2 അടി കുറവ്? 2 അടി കൊടുക്കേണ്ട അടി വരുമ്പോ അയ്യോ ഞാൻ പൊണ്ണു പോലെ പൂ പോലെ പൊത്തി പറഞ്ഞ ഇതൊന്നും അടിച്ചിട്ടേ വെച്ചാൽ എന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും. പക്ഷെ ഞാൻ അടിച്ചിട്ടില്ല. അതുதான் നെക്സ്റ്റ്. അപ്പൊ ഈ 40 അടിയില കൊണ്ടുവന്നു. ആദ്യം അകത്ത് കയറിയിട്ട് എന്റെ ഇരുമ്പ് സ്കെയിൽ എടുത്ത് ഞാൻ പറഞ്ഞ ആദ്യം ടീച്ചറായിരുന്നു. സെന്റ് ആൻഡ്രൂസ് മെഡിക്കൽ സ്കൂളിലെ ടീച്ചറായിരുന്നു. എനിക്ക് അറിയാം എവിടെ അടിക്കണമെന്ന് അറിയാം. എവിടെ ഫ്ലഷ് കൂടുതലുണ്ട് അവിടെ അടിക്കണം.
എല്ലാം പിടിക്കുമ്പോൾ കട ജയിലിൽ വയ്ക്കണം, പോലീസ് സ്റ്റേഷനിൽ വയ്ക്കണം. അപ്പൊ ചോദിച്ചു സഹോദര എന്റെ മോൾക്ക് വിളിക്കട്ടെ, അച്ഛൻ കൊടുത്ത സ്റ്റേഷനിൽ കടയുടെ പോലീസ് സ്റ്റേഷനിൽ എവിടെ ആകുമോ അങ്ങനെ ചോദിച്ചു. അപ്പൊ ഇല്ല അച്ഛൻ ധൈര്യമായിട്ട് കൊടുത്തത്. കേക്ക് പെട്ടെന്ന് തന്നെ കയ്യെ പിടിച്ച് ഈ സ്ഥലത്ത് കൊടുത്തിട്ട് 2.5 hours കൗൺസിലിംഗ് കൊടുത്ത് ഇപ്പൊ സൂപ്പറായിട്ട് പഠിക്കുക. രണ്ട് കൊടുക്കണം. നിങ്ങൾ പാരന്റ്സ് പിള്ളേരെ വളർത്തുന്ന രീതി ഇങ്ങനെയായിരിക്കണം. 1 മുതൽ വയസ്സ് 1 മുതൽ 5 വയസ്സ് വരെ നന്നായിട്ട് കൊഞ്ചണം. കുഞ്ഞുങ്ങൾ നന്നായിട്ട് കൊഞ്ചണം. നിന്റെ സ്നേഹത്തെ അവൻ അനുഭവിക്കണം, അറിയാൻ പാടില്ല. നിന്റെ സ്നേഹത്തെ അനുഭവിച്ചാൽ അവൻ ഈശ്വരനെ അനുഭവിക്കും. പപ്പ മമ്മിയുടെ സ്നേഹത്തെ 1 മുതൽ 5 വരെ ആ കുഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചാൽ ഈശ്വരന്റെ സ്നേഹത്തെ അനുഭവിക്കും. ഈശ്വരന്റെ സ്നേഹത്തെ അനുഭവിക്കും. അപ്പോ 1 മുതൽ 5 വയസ്സ് വരെ നിങ്ങൾ പിള്ളേരെ കൊഞ്ചിനത് കുറവ്. ജന്മം കൊടുത്ത അടുത്ത വർഷമേ ലിപ്സ്റ്റിക് കാണിച്ചിട്ട് ഇപ്പൊ ഉള്ള മോഡേൺ ഈ കാലം പറഞ്ഞാൽ ഭയങ്കര ലിപ്സ്റ്റിക് മേനിയ ഇങ്ങനെ നടന്നു പോകും. സ്ലിം ബ്യൂട്ടി കളർ ബ്യൂട്ടി കളർ പോകും. ഈ കളർ പോകും കോളേജ് ഗേൾസ് ഇപ്പൊ പുതിയതായിട്ട് കണ്ടിട്ട് ട്രെൻഡ് കളർ പോകും. എന്താണ് കളർ പോകും? ഈ എല്ല് ഈ കണ്ടിലേക്ക് ഒരു എല്ല് പോകും, ഇവിടെ ഒരു എല്ല് പോകും. അത് അരിയണം, അത് പുറത്ത് അരിയണം, അതിന് കളർ പോകും. എന്താണ് മക്കളെ ഇപ്പൊ അതാച്ച ട്രെൻഡ്? പയ്യന്മാരുടെ കളർ പോണ കണ്ട് എന്റെ സ്ലീം ബ്യൂട്ടി അതുകൊണ്ട് ഇവയെ കൊള്ളാം എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി കളർ പോണ കാണിക്കണം. ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഈ ഉണക്ക് പോലെ എന്താ പയ്യന്മാരുടെ ഇഷ്ടം. അതുകൊണ്ട് പിള്ളേർക്ക് ഈ കാട്ടിലെ മുള്ളി കാട്ടുപറ്റി ഒരു മുടി 8 1 10 സട്ടൻ ഈ തൂപ്പായി ഇങ്ങനെ അത് പച്ച കളർ ചിങ്ങിച്ച, മഞ്ഞ കളർ ചിങ്ങിച്ച, വെള്ള കളർ ചിങ്ങിച്ച, ഇങ്ങനെ ചിങ്ങിച്ച അത് പിള്ളേർക്ക് താടി വെച്ചാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഭയങ്കരമാണ് ചിരി ഈ ഭാര്യ എന്ന് പറയുമ്പോൾ ഭാര്യ ഉടക്ക് ഭർത്താവിന് ഇഷ്ടമല്ല. എത്ര തരിക ഭർത്താവ് നന്നായിട്ട് ക്ലീൻ ഷേവ് സൂപ്പർ ഇങ്ങനെ ഈ 40 പോകില്ല. അപ്പൊ ഈ ഏടി പറയുക എന്തിനാണ് അത് കല്യാണം കഴിഞ്ഞ വ്യക്തിയാണല്ലോ പാപ്പ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. 2 പേർ ഒരുമിച്ച് താമസിക്കണം, ഒരു വീട്ടിലിരിക്കണം. അങ്ങനെ പണിയെടുക്കുമ്പോൾ പണിവായി ഏടി പറയുക ഭാര്യ പറയുക അച്ഛാ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് എന്റെ ഭർത്താവ് എനിക്ക് കിട്ടില്ല. എന്താണ്? താടി വെക്കാൻ പറഞ്ഞ് താടി വെച്ചില്ല. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ പുതിയിട്ടുണ്ട്. അതുകൊണ്ട് നീ പയ്യന്മാർക്ക് താടി വെച്ചിരുന്നു. എപ്പോ നീ നിലയിൽ പോയി സ്നേഹം പദമൊക്കെ അന്ന് മുതൽ ഈ യൂത്തെല്ലാം പോയി. എല്ലാം ഈ കാക്ക നോക്ക കുറഞ്ഞ മേലെ കൊടുത്ത് പൂമാ പോലെ ഇങ്ങനെ ഈ ആട്ടിക്കിടാവോ ഇങ്ങനെ 2 ഇങ്ങനെ 3 ഇങ്ങനെ 4 അതേപോലെ ഇപ്പൊ പയ്യന്മാര് ഇവിടെ 2 ആട്ടുകളാവോ 2 ആട്ടുകളാവോ എങ്ങനെ അത് ഇപ്പൊ 2 മിനിറ്റ് വീഡിയോ ഇത് പ്രാക്ടീസ് ചെയ്ത് അവിടെ ഹാഫ് ജെറ്റ് അറിയാം. ഇപ്പൊ നമുക്ക് പേടിക്കണം. ഇപ്പൊ നെക്മൺ ആവാൻ പോവാ നമുക്ക് പേടിക്കണം. പക്ഷെ നടക്കാണോ താഴെയില്ല. ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞ് വീട് നമുക്ക് തോന്നണം. അതാ സ്റ്റേജില് എന്ത് നീ അനുഭവിക്കാതെ കൊണ്ട് മക്കളെ സ്നേഹിക്കാതെ കൊണ്ട് അവൻ വേറെ രീതിക്ക് പോകുന്നുണ്ട്. അപ്പൊ 1 മുതൽ 5 വരെ നന്നായിട്ട് കൊണ്ടുവരും മക്കളെ. 6 മുതൽ 15 വരെ ശിക്ഷിക്കണം. ഈ കടൽ തീയാണ് തൊട്ട അവിടെ അത് കൊടുക്കണം, ശിക്ഷ കൊടുക്കണം. നിങ്ങൾ പേടിക്കോ? അവൻ ഓടിപ്പോവോ, ഇറങ്ങിപ്പോവോ, ഒളിച്ചു പോവോ എന്ന് പേടിക്കണം. ഇല്ലെങ്കിൽ തമ്മയ്ക്ക് അടകില്ല, അപ്പനക്ക് അടകില്ല. ഈശോയുടെ മോനല്ല ഈശോയുടെ പ്രതിപക്ഷനായിരിക്കേണ്ട അച്ഛന്മാർ വഴിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്.
അപ്പോ അതെല്ലാം സ്വീകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പൊ ചിന്തിക്കണം. അടുത്തത് പിള്ളേർ വളരുന്ന രീതി 16 മുതൽ ആ അറ്റ വരെ തോളിലെ കൈയിട്ട് ഫ്രണ്ട് പറഞ്ഞിരിക്കണം. അവൻ தான் നല്ല അപ്പൻ, അവൻ തന്നെ ആ റേഞ്ചിൽ നീ വളർത്തുകയാണ്. പിള്ളേർ നന്നായിട്ട് പേച്ച് കേൾക്കും. ഇല്ലെങ്കിൽ ഒരിക്കലും പേച്ച് കേൾക്കില്ല. ഈ രീതി ഇതിനാണ് സൈക്കോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇപ്പോൾ പറയുമ്പോൾ കാരണം ഈ ക്യാരക്ടേഴ്സ് പദം പിടിച്ച് നന്നായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തുക. അപ്പൊ അത്ര മനസ്സിലാക്കി നല്ല രീതിക്ക് പിള്ളേരെ വളർത്തണം. ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അടുത്തത് 14. അപ്പോ കർത്താവിന്റെ 14. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് സഭാമധ്യത്തിൽ നിന്നിരുന്ന ആസാഫ് ഗോത്രജനും ലേവ്യനും ആയേഹസിന്റെ മേലും വന്ന് അവൻ ശഖറിയായുടെയും ബെനായായുടെയും ബെനായ ജെയിയേൽ മത്തായിയുടെയും മകനായിരുന്നു. സൂപ്പർ. ഇത് 3 കാര്യം ചെയ്തുകൊണ്ട് ഇപ്പൊ ആര് ഒരാൾ വരുവാ? കർത്താവിന്റെ ആത്മാവ് ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യം ഉപവാസിക്കുക, രണ്ടാമത് പ്രാർത്ഥന, മൂന്നാമത് സമർപ്പിക്കണം. നല്ലത് സമർപ്പിക്കുമ്പോൾ അടുത്തത് ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരും, നമ്മളെ സഹായിക്കണം. അടുത്തത് കഴിഞ്ഞിട്ട് 2 വരാൻ പോവുക. അത് അത്ഭുതം സംഭവിക്കുന്ന സമയം അതാണ്. അപ്പോ ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരാൻ അത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? അടുത്തത് 15. യഹസ്കേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോശാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളല്ല, ദൈവമാണ് വരുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. ഇത് നിന്റെ യുദ്ധമല്ല, നിന്റെ യുദ്ധമല്ല, ഇത് എന്റെ യുദ്ധമാണ്, എന്റെ യുദ്ധമാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറയുക ഈശോ, ഇത് നിങ്ങളുടെ കടബാധ്യതയല്ല, എന്റെ കടബാധ്യതയാണ്. ഈശോ പറയുക നിങ്ങളുടെ അസുഖമല്ല, അത് എന്റെ അസുഖമാണ് എന്ന് പറയുക. ഈശോ പറയുക നിങ്ങളുടെ മകലേക്ക് കല്യാണം നടക്കാതെ തടസ്സമല്ല, അത് എന്റെ തടസ്സമാണ്. അത് ഏറ്റെടുക്കാൻ പോവുക, അടുത്ത പ്രതി നടത്താൻ പോവുക, ആ ആരാധന ഏറ്റെടുക്കാൻ പോവുക. നിങ്ങളുടെ എല്ലാം എന്റേതാണ് എന്ന് ഈശോ പറയാൻ പോവുക, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഏത് കാര്യങ്ങളും ദുഃഖമോ പ്രശ്നങ്ങളോ ഏതായാലും അത് നിന്റെതല്ല, നിങ്ങളുടേതല്ല, എന്റേതാണ് എന്ന് ഉറപ്പ് നൽകി അത് ഏറ്റെടുക്കാൻ പോവുക. സന്താന സൗഭാഗ്യമല്ല, അത് പ്രശ്നം നിനക്കല്ല മക്കളെ, നിനക്ക് തരാൻ പോവുക. സന്താന സൗഭാഗ്യം നിനക്ക് തരാൻ പോവുക എന്ന് ഉറപ്പ് നൽകാൻ പോവുക. ഈശോ ഉറപ്പ് നൽകണമെങ്കിൽ നീ അത് നിന്റെ ഹൃദയത്തിൽ തുറന്നു കൊടുക്കണം. തുറന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിന്റെ മകൾക്ക് ജോലി കിട്ടും, നിനക്ക് സന്താന സൗഭാഗ്യം കിട്ടും, കടബാധ മാറും, അസുഖം മാറും, മുട്ടുവേദന മാറും, കാറ്റിലുള്ള പ്രശ്നം മാറും, തലവേദന മാറും. ഒരു സൈഡ് തലവേദന ഉള്ള ഒരു മൗലുണ്ട്, ആ മൗലക്ക് ആ തലവേദന മാറും. മുട്ടുവേദന ഉണ്ട്, 2 സഹോദരരുണ്ട്, ആ മുട്ടുവേദന പൂർണ്ണമായിട്ട് മാറും. എപ്പോ ആദ്യം ഉപവാസം ഇരിക്കണോ, രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കണോ, മൂന്നാമത്തെ കാര്യം സമർപ്പിക്കണോ, നാലാമത്തെ സമയം. ഇത് 3 കാര്യം ചെയ്യുമ്പോ ഈ ദൈവം പരിശുദ്ധാത്മ വഴിയായിട്ട് ഇറങ്ങി വരും. എന്റെ മക്കളെ തൊടാൻ പോവോ, നിങ്ങൾ എല്ലാവരെയും തൊടാൻ പോവാ. ഇത് നിങ്ങളുടെ യുദ്ധമല്ല, എന്റെ യുദ്ധമാണ്. നിങ്ങളുടെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമാണ്. ഇത് എന്റേതായിട്ടാണ് ഏറ്റെടുക്കാൻ പോവുക. ഈ ധ്യാനത്തിൽ, ഈ ആരാധനയിൽ, ആ ആരാധന വഴി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് അഭിഷേകം. അഗ്നിയുടെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തത് ലാസ്റ്റ് വെരി നൈസ്, നല്ലൊരു വചനമാണ്. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ
പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. കൊഹാത്യരും കോർഹര്യരുമായ ലേവ്യർ എഴുന്നേറ്റ് ഉച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോശാഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു. നന്മയുടെയും ഫിലിപ്പി 4:4 അത് തീർച്ചയായും പറയുക വയസ്സുണ്ട്. 4:4 ഫിലിപ്പി 4:4 ദൈവസ്തുതിയും കുറ്റം പ്രത്യേകം വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ സ്തുതിക്കാൻ പഠിക്കണം. അൽഫോൺസമ്മ എന്റെ കാല് വേദനിക്കുന്നുണ്ട്, ഭയങ്കര പ്രശ്നമുണ്ട്, അടുത്ത നാളെ ഈ കാല് വേദനിക്കട്ടെ എന്ന് പറയാനുള്ള മനസ്സ് അൽഫോൺസമ്മയായിരുന്നു. രാമലിയാണ് ഒരുപാട് ചോദിച്ചു മേടിക്കും. ചോദിച്ചു മേടിക്കും. എല്ലാ പ്രശ്നം ചോദിച്ചു മേടിക്കും. പക്ഷേ ഇത് സൂപ്പറാണ് വിശുദ്ധനാണ്. ഈ ഇന്ത്യയിൽ കിട്ടിയ ആദ്യത്തെ വിശുദ്ധ ദൈവം ഒരു ആളുകൾ എടുത്തിട്ടില്ല. ഇന്ത്യക്ക് ഒരു പെണ്ണിനെടുത്തിട്ടുണ്ട്. അപ്പൊ ദൈവത്തെ സ്തുതിക്കണം. ഇത് നാലാമത്തെ കാര്യം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുകയും. അപ്പൊ കർത്താവിൽ സന്തോഷിക്കും. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുകയും. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. സ്നേഹമുള്ളവരെ, അവസാനമാണ് ചെയ്തത്. അപ്പോ ഈ രാജാവ് നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ എത്ര? 1 2 3 സമർപ്പണം 4 സ്തുതി 1 പറ സാപ്പിട്ട് പറ പോരെ ഉപവാസം രണ്ടാമത്തെ കാലം പ്രാർത്ഥന, മൂന്നാമത്തെ കാലം സമർപ്പണം, നാലാമത്തെ കാലം സ്തുതിപ്പ്. ഇത് 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ട് ഈ രാജാവ് എങ്ങനെ യാഹവേ ദൈവത്തെ അനുഭവിച്ചോ അതേപോലെ നിങ്ങളാണ് ക്രിസ്ത്യനിലേക്ക് ഈ ഈശോയുടെ കൃപകളെയും അത്ഭുതങ്ങളെയും ആശീർവാദങ്ങളെയും അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ അനുഭവിച്ച ഈശോയുടെ കൃപയെ അനുഭവിച്ചാൽ ഈശോയെ അനുഭവിച്ചു. ഇതാണ് കാരണം. ഈശോയുടെ കൃപ അനുഭവിച്ചാൽ ഈശോയെ അനുഭവിച്ചു. അനുഭവിക്കുമ്പോൾ അവസരം അവസാനം സന്തോഷിക്കും. ദുഃഖം ഉണ്ടാകും സന്തോഷിക്കുകയും പ്രശ്നം ഉണ്ടാകും സന്തോഷിക്കുകയും അങ്ങനെ സന്തോഷിക്കാൻ തുടർന്ന് ഈ ധ്യാനം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെയും സന്തോഷത്തിൽ കൊണ്ടുപോകട്ടെ. ഏത് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നിലനിർത്തിക്കൊണ്ട് ഈ രാജാവ് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ട ഒരുപാട് പ്രതിസന്ധികളുണ്ട്, അത് ഞാൻ ഉപവാസം വഴി നേരിടും, പ്രാർത്ഥന വഴി നേരിടും, സമർപ്പണം വഴി നേരിടും, സ്തുതിപ്പ് വഴി നേരിടും. അവസാനം ഈ 4 കാര്യങ്ങൾ വേണ്ടി നേരിടുമ്പോൾ അവസാനം എനിക്ക് കിട്ടുന്നത്, ഞാൻ അനുഭവിക്കുന്നത് സന്തോഷം. ആ സന്തോഷത്തിന് ഒരു പേരുണ്ട്, ഈശോ. God bless you. തുടർന്ന് പോണൽ പാടിക്കൊണ്ട് അടുത്ത സെഷനിലേക്ക് കിടക്കാം. ഞാൻ പള്ളിയിലുണ്ടാകും. കുമ്പസാരം ചെയ്യുന്ന ആളുകളുള്ളവർ നല്ല കുമ്പസാരം ചെയ്യണം. ആ കുമ്പസാരം ചെയ്താല് അടുത്ത് നടത്താൻ പോകുന്ന 6-ാം തീയതി അത്ഭുതം കിട്ടും. ചുമ്മാ അങ്ങനത്തെ അനുഭവം കിട്ടില്ല. യേശു അനുഭവം കിട്ടൂല. അപ്പൊ നല്ല രീതിയിൽ പങ്കെടുക്കാൻ നല്ല കുമ്പസാരം ചെയ്യണം. തുടർന്ന് ഈ പാക്കുലിൽ പങ്കെടുക്കാം. എന്തെങ്കിലും സുഹൃത്ത് പണിയിട്ട് സങ്കീർത്തനം 47:1
bless you. God bless you. എല്ലാവർക്കും എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേൽക്കുന്നു.